Critically low battery. നമ്മളിൽ പലരും ഡ്രോണുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളെ പേഴ്സണൽ വീഡിയോഗ്രാഫിക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഡ്രോൺ ഷൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക്കാണ്. ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 അതിന് മുകളിലൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളിത് ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ നമ്മളെ കയ്യിൽ നിന്നാണ് ഈ ക്യാമറയും സാധനങ്ങളും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ സാധനം നമ്മളെ കയ്യിൽ നിന്ന് ഫ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും നമുക്കുണ്ടാവും. നമുക്കറിയാലോ, പലരും ട്രോളർ വരെയുണ്ട് ഡ്രോൺ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര വെയിറ്റ് ആണ്. കാരണം ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് ഇവരോട് സംസാരിക്കാൻ നിന്നാൽ ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് സാധാരണ ഡ്രോൺ ഓടിക്കുന്നവർ സംസാരിക്കാതിരിക്കണമെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഡ്രോണിൻ്റെ ഓടിക്കുമ്പോഴുള്ള റിസ്ക്കാണ്. ഈ സാധനം നഷ്ടപ്പെട്ടു പോയാൽ, കാരണം ഇത് ഇലക്ട്രോണിക് ഒരു ഡിവൈസാണ്, അതിന് എന്ത് തകരാറ് സംഭവിക്കാം, സോഫ്റ്റ്വെയർ പ്രശ്നം വരാം, ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നം വരാം. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ. നമ്മുടെ ഡ്രോൺ മാത്രമല്ല, പൊതുജനത്തിൻ്റെ എന്തെങ്കിലും കാരണം മുകളിലോ ആൾക്കാരുടെ തലയിലെ മുകളിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര അപകടം ഉണ്ടാകുന്ന സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഡ്രോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ, വെള്ളത്തിൽ പോയാൽ പോയി, അതല്ലാത്ത രീതിയിൽ ഏതെങ്കിലും കുന്നിൻ്റെ മുകളിലോ മലയിലോ കാട്ടിലൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് എങ്ങനെ ഇത് തിരിച്ചെടുക്കാം എന്നതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എനിക്കുണ്ടായൊരു അനുഭവം, ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്കുണ്ടായിരുന്നൊരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇവിടെ. ഞാനൊരു 3-4 ആഴ്ച മുമ്പ് ഷൂട്ടിന് പോയത് നമ്മുടെ ഹിന്ദു പത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഹിന്ദു പത്രത്തിൻ്റെ ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുള്ള ഷാജു സാറ്, ചെന്നൈയിൽ നിന്ന് അദ്ദേഹം കുറച്ച് ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നായിരുന്നു. ഷാജു സാറുണ്ടായിരുന്നു, അതുപോലെ മലപ്പുറത്തെ റിപ്പോർട്ടർ നമ്മുടെ സക്കീർ ബായ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളെയും കൂടെയാണ് ഞാൻ കുറച്ച് ഡ്രോൺ ഷൂട്ട് വേണമെന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഷൂട്ടിന് പോയത്. ആദ്യം ഒരു ഷൂട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് വേറൊരു ഷൂട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആക്ച്വലി എൻ്റെ ഈ മാവിക് എയറാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം ഞാൻ വാങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അന്ന് ഉപയോഗിച്ചിരുന്ന ബാറ്ററി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പല ബാറ്ററിയും കുറച്ച് ചെറുതായിട്ടൊന്ന് വീർത്തിരുന്നെങ്കിലും കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ ഞാൻ എപ്പോഴും ഫ്ലൈ ചെയ്യാറ് ഈ സാധനം. അപ്പോൾ ആ ദിവസം ഒരു ഷൂട്ട് കഴിഞ്ഞു. രണ്ടാമത്തെ ഷൂട്ടിന് ഞാൻ എന്തായാലും ബാറ്ററി കുറച്ച് ഷൂട്ട് അധികം ഉള്ളതുകൊണ്ട് ഒരു 50% താഴെയുള്ളൊരു ബാറ്ററി ഇട്ടിട്ടാണ് ഞാൻ ഷൂട്ട് തുടങ്ങിയത്. എനിക്കറിയാം, ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത് വരുന്ന സംഭവമാണ്. സാധാരണ ഇങ്ങനെ ഒരു 50% ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ടെങ്കിലും ഞാൻ എന്തായാലും വന്ന് ഫ്ലൈ ചെയ്തു. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി വളരെ പെട്ടെന്നായിരുന്നു ബാറ്ററി ലെവൽ താഴ്ന്നുകൊണ്ടിരുന്നത്. 50% താഴേക്ക് വന്ന ബാറ്ററി ലെവൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഡ്രോൺ കിടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഡ്രോണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാറ്ററി പെർസെൻറ്റേജ് വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഷാജുസോട് പറഞ്ഞു, ഞാൻ എന്തായാലും ഡ്രോൺ തിരിച്ച് വിളിക്കുകയാണ്, നമുക്ക് അടുത്ത ബാറ്ററി വെച്ചിട്ട് തിരിച്ചുവിടാം. ഓക്കെ എന്ന് പറഞ്ഞ അദ്ദേഹം എന്തായാലും ഞാൻ ഡ്രോൺ തിരിച്ച് വിളിച്ച് ഡ്രോൺ വരുന്ന സമയത്ത് തന്നെ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് 20% താഴെ 13-12% വന്നു തുടങ്ങി. ഡ്രോണാണെങ്കിൽ ഒരുപാട് ദൂരെയാണ്, ഏകദേശം ഒരു 100-300 മീറ്റർ അപ്പുറത്ത് എത്തുമ്പോഴാണ് ഡ്രോൺ 0% ബാറ്ററി ലെവലെത്തി. ഡ്രോണിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഡ്രോൺ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ ബാറ്ററി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വറക്കാൻ തുടങ്ങി, കാരണം ഒരു 10-75,000 രൂപയുടെ സാധനമാണ്. മാത്രമല്ല ഇവർക്ക് ഈ ക്ലിപ്പ് കൊടുക്കും വേണം, കാരണം അവരെ സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ വന്നു, ഞാൻ വറക്കാൻ തുടങ്ങി. എന്തായാലും ഞാൻ മാക്സിമം ഇതിൻ്റെ സ്റ്റിക്ക് മേലേക്ക് പിടിച്ചു, കാരണം ഡ്രോൺ പൊങ്ങാൻ വേണ്ടി. പക്ഷേ ഡ്രോൺ അപ്പോഴും താഴ്ന്നുകൊണ്ടിരുന്നു. ഞാൻ മാക്സിമം പിടിച്ചു, മാക്സിമം ഞാൻ വലിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഏകദേശം ഒരു 50 മീറ്റർ അടുത്തെത്തിയപ്പോഴാണ് ഡ്രോൺ ഈ പൊന്തക്കാട്ടിൽ നഷ്ടമായത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. ഡ്രോൺ അവിടെയൊക്കെ പോയി തിരിച്ചു വന്നു. ആ ഡ്രോൺ വന്നുകൊണ്ടിരിക്കുമ്പോൾ 300 മീറ്റർ കണ്ടാണ് സമയത്തിന് 0% ബാറ്ററിയായി. ഈ 0% ബാറ്ററിയായി കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷ്വൽ, അതായത് എനിക്ക് റെക്കോർഡിങ്, മൊബൈലിലുള്ള റെക്കോർഡിങ് വിഷ്വൽ കട്ടായിപ്പോയി. കാരണം അത് അവിടെ നിന്ന് കണ്ട് സിഗ്നൽ നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്റ്റിക്ക് അത് തന്നെ പിടിച്ചിരുന്നു. പക്ഷേ ഈ ഡ്രോണിലുള്ള വിഷ്വൽസ് ഞങ്ങൾക്കിപ്പോൾ കാണിക്കാൻ വേണ്ടി ഡ്രോണിൽ റെക്കോർഡായ വിഷ്വൽസാണ്. ഈ വിഷ്വൽസ് ആദ്യം എനിക്ക് എൻ്റെ മൊബൈലിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല എവിടെയാണ്. അപ്പോൾ ഡ്രോണിലെ വിഷ്വൽസ് അപ്പം തന്നെ എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് അറിയാമായിരുന്നു ഇത് എവിടെ ലാൻഡ് ചെയ്തെന്നുള്ളത്. പക്ഷേ അതില്ല, എനിക്ക് വിഷ്വൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഡ്രോണിൻ്റെ മാപ്പിൽ കാണിച്ച ആ പൊസിഷൻ ഉണ്ടല്ലോ, ഏകദേശം ആ പൊസിഷൻ ലോസ് ആയ ആ പൊസിഷൻ മാത്രം കാണാനുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഡ്രോൺ എവിടെയോ വീണുപോയി. അങ്ങനെ ഞാനും ഷാജി സാറും സക്കീർ ബായും കൊണ്ട് തിരച്ചിൽ തുടങ്ങി. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എളുപ്പമല്ല, കാരണം വളരെ ചെങ്കുത്തായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അത് മാത്രമല്ല മുള്ളും ഒരുപാട് എനിക്ക് തോന്നുന്നത് ആളുകളൊന്നും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര, അതായത് ഒരു മീറ്റർ പോലും മുന്നോട്ട് പോകുന്ന തന്നെ ഭയങ്കര ഹാർഡായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഷാജി സാറിനോടും സക്കീർ ബായോടും പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, വേറൊരു ഡ്രോണിനെ ഏർപ്പാടാക്കി തരാം, നിങ്ങൾ അവരുമായിട്ട് പോയിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ആളെ കൂട്ടിയിട്ട് എടുത്തോളാം എന്നാണ് പറഞ്ഞത്. കാരണം ഇവരെ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്ന് രാവിലെ അദ്ദേഹം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഷൂട്ടിന് വന്നതാണ്, തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ അത്രയും ടൈമില്ലാത്ത ഒരാളെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിട്ട് നിങ്ങൾ
വേറെ ഡ്രോൺ എടുത്തോളൂ, ഞാനിത് കണ്ടുപിടിച്ചോളാം. പക്ഷേ അവർ അത് സ്വീകരിച്ചില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഭവത്തിലുണ്ടാവും, ഞങ്ങൾ വരാം എന്നൊക്കെ പറയാം, അതിൽ നഷ്ടം നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരും വന്നു. ഏകദേശം രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അവിടെ പൊന്ത വെട്ടി ഒരുപാട് സ്ഥലങ്ങൾ നോക്കി ക്ഷീണിച്ചു പോയി. 2 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് നമുക്കിപ്പോൾ നിർത്തണം, കാരണം വെള്ളമില്ല, ഒന്നാമത് വെള്ളമില്ല, വിശപ്പ് തുടങ്ങി. അങ്ങനത്തെ സ്ഥലം, ആൾ മനുഷ്യനില്ലാത്ത സ്ഥലം, തളർന്ന് വീണ് പോയാലും പറ്റും, ആരും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്ന് തിരിച്ചു. ഞാൻ അവരെ നിർബന്ധിച്ച് അതിന് പിന്തിരിപ്പിച്ചിട്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ ഈ ഡ്രോണിൻ്റെ എക്സാക്റ്റ് സ്ഥലം കിട്ടണം. ഇതാണെങ്കിൽ ഈ മാപ്പിലുള്ള ആ വീണതൊന്നും കറക്റ്റായിട്ടല്ല കാണിക്കണത്. അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് ഒരുപാട് ആലോചിച്ചു, അതിനെക്കുറിച്ച് ആപ്പൊക്കെ എടുത്ത് നോക്കി. അങ്ങനെ എനിക്ക് ഈ ഫ്ലൈറ്റ് റെക്കോർഡ്, ഇതിൽ റെക്കോർഡാണ് സംഭവം ഞാൻ കണ്ടുപിടിച്ചു ആപ്പിൽ. അതുവരെ നമ്മൾ ആപ്പിൽ ഫ്ലൈ ചെയ്യും, റെക്കോർഡ് ചെയ്യുന്നല്ലാതെ ആപ്പിലുള്ളിലൊന്നും പോയിട്ട് നോക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ ഈ ഫ്ലൈറ്റ് റെക്കോർഡിൽ എല്ലാ റെക്കോർഡും ഉണ്ട്. എവിടെയാണ് വീണതെന്ന് അറിയില്ല, കാരണം ഡ്രോണിൽ റെക്കോർഡായ വീഡിയോ നമുക്ക് കിട്ടിയില്ല, അത് ഡ്രോണില്ല, അത് എവിടെയോ കാട്ട് കിടക്കുക, നമുക്കത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് പിന്നെ ഞാൻ അഖിലിനോടും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഡ്രോണിലുള്ള ഫ്ലൈറ്റ് റെക്കോർഡ് എടുത്തിട്ട് ആ പൊസിഷൻ, എക്സാക്റ്റ് ആയിട്ടുള്ള ആ പൊസിഷൻ കണ്ടെത്തി. അപ്പോൾ അതിൽ കാണിക്കാവുന്നുണ്ട് എത്ര പെർസെൻറ്റേജിലാണ്. ഇപ്പോൾ ഈ കാണുന്ന ആ ഫ്ലൈറ്റ് റെക്കോർഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലൈറ്റ് റെക്കോർഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഡ്രോൺ വരുമ്പോൾ ബാറ്ററി ചെയ്യുന്നതും അത് ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി, ഈ ഡ്രോൺ വന്ന് ലാൻഡ് ചെയ്യണത് എനിക്ക് താഴെ, ചെങ്കുത്തായ മലയാളം എന്ന് പറയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ താഴെ ഏകദേശം ഒരു 19 മീറ്റർ, -19 മീറ്റർ, അതായത് എന്നേക്കായും, അതായത് ഹോം പോയിൻറ്റിനേക്കായും -19 മീറ്റർ താഴെയാണ് ആദ്യം ഡ്രോൺ ലാൻഡ് ചെയ്തത്. ഇത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഡ്രോൺ അവിടെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞു താഴേക്ക് ഒരു 37 മീറ്റർ താഴേക്ക് വീണ്ടും വന്നു. അതിനർത്ഥം ഒരു മരത്തുമ്മലെങ്ങോ ലാൻഡ് ചെയ്തു. പിന്നെ അവിടുന്ന് ഡ്രോൺ കറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, അവിടുന്ന് താഴെ തിരിഞ്ഞ് താഴെ ഫ്ലോറിൽ വീണിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഫ്ലൈറ്റ് റെക്കോർഡിൽ ഏകദേശം 10-15 മീറ്റർ താഴേക്ക് ലാൻഡ് ചെയ്ത ശേഷം വന്നിട്ടുണ്ടെങ്കിൽ അത് മരത്തിൽ നിന്ന് മേലേക്ക് വീഴാനാണ് സാധ്യത. അതല്ലെങ്കിൽ ഒരു പാറപ്പുറത്ത് വീണിട്ട് താഴേക്ക് തെന്നിപ്പോകാനും മതി. എന്തായാലും താഴെയാണ് ഡ്രോൺ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞാൻ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഈ ആപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് ശരിക്കും ആ ഗൂഗിൾ പൊസിഷനിങ്ങിൻ്റെ നമ്പറുകൾ നമുക്ക് പിന്നെ ലാറ്റിറ്റ്യൂഡൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. അത് നേരെ കോപ്പി ചെയ്ത് സ്ഥലം കണ്ടുപിടിച്ചാൽ നമുക്കറിയാം, ഒരു ഗൂഗിൾ മാപ്പ് ഏകദേശം ഒരു 5 മുതൽ 10 മീറ്ററിലപ്പുറമൊന്നും ഡിഫറൻസ് ഇല്ലാതെ കാണിക്കില്ല. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 10 മീറ്റർ ചുറ്റളവ് തിരഞ്ഞാൽ തന്നെ സംഭവം കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ ചെറിയ സ്ഥലമായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുല്ല് വെട്ടാനുള്ള യന്ത്രം, അതിൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അനുട്ടിനെ വിളിച്ചു. അനുട്ടീൻ്റെ പുല്ല് വെട്ടാനുള്ള യന്ത്രം എടുത്തു. അവിടെ അടുത്തുള്ള കബീർക്ക എന്ന് പറഞ്ഞ ആളെ വിളിച്ചു. അതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിന്നെ സുഹൈലുണ്ടായിരുന്നു, വേറൊരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള നബീലുണ്ടായിരുന്നു. ഞങ്ങളൊരു 4-5 പേര് ഈ പിറ്റേ ദിവസം, അതായത് പിന്നെ വെള്ളിയാഴ്ചയാണ് ഡ്രോൺ നഷ്ടപ്പെട്ടത്, ശനിയും വിട്ടു, ഞായറാഴ്ച ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പോയി തരാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം അധികം വൈകാതെ തന്നെ പോയി, കാരണം ഒരുപാട് സമയം തരേണ്ടി വന്നിട്ട്, കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള പൊന്തക്കെല്ലുകൊണ്ട് വെട്ടി മാറ്റാൻ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി ഞങ്ങൾ തെരച്ചിൽ തുടങ്ങി. താഴേക്ക് ഇറങ്ങി തെരച്ചിൽ തുടങ്ങി. ഏകദേശം പൊസിഷൻ ആ മാപ്പിൽ നമ്മൾ ആ നമ്പറൊക്കെ നോക്കിയിട്ട് പോയ പൊസിഷനിൽ ഏകദേശം ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ട് താഴെ നിന്ന് അനുട്ടി കബീർക്കും താഴെ നിന്ന് പുല്ല് വെട്ടിയിട്ട് നോക്കിയിട്ടും കയറാൻ തുടങ്ങി. സുഹൈൽ ഒരു വഴിക്ക് പോയി, ഞാനൊരു വഴിക്ക് പോയി, നബീൽ വേറൊരു വഴിക്ക് പോയി. അങ്ങനെ എന്തായാലും തെരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഏരിയയിൽ നബീൽ പോയിട്ട് എടുത്തുകൊണ്ടിരുന്ന പോലെ വളരെ പെട്ടെന്ന് തന്നെ, കാരണം ഇങ്ങനെ തപ്പി പോകുമ്പോൾ ആ ഒരു ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ ഈ ഡ്രോണ് നമ്മളാ പിന്നെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു പൊന്തക്കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കുകയായിരുന്നു ഈ ഡ്രോണ്. അതായത് മരത്തിൻ്റെ മുകളിൽ വീണു, മരത്തിനും താഴേക്ക് വന്നിട്ട് ഒരു പൊന്തയിൽ നിരങ്ങി പോയിട്ട് താഴെ ഫ്ലോറിൽ കിടക്കണ ഡ്രോണ് നബീൽ എടുത്തു. ഒരു 5 മിനിറ്റ് കൊണ്ട് എടുത്തു. കാരണം ഈ മാപ്പ് അപ്പോൾ നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ അറിയാവുന്നത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് കിട്ടിയത്. അതിന് മുന്നത്തെ ദിവസം ഏകദേശം ഒരു സ്ഥലം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വേസ്റ്റായി പോയി, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ചെയ്തു. അപ്പോൾ ഈ ടെക്നിക്ക് എനിക്ക് തോന്നുന്നു, ഈ ടെക്നിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ പിന്നെ ഫ്ലൈറ്റ് റെക്കോർഡൊക്കെ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് അറിയാത്തതുകൊണ്ട്, നമ്മൾക്ക് അങ്ങനെ ഇഷ്യൂ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ലോസ്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഫ്ലൈറ്റ് റെക്കോർഡ് നോക്കിയിട്ട് ഈ നമ്പർ നോക്കി പേസ്റ്റ് ചെയ്തിട്ട് എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാനെങ്കിലും പറ്റും. അപ്പോൾ എനിക്ക് കിട്ടിയൊരു അനുഭവം, അതുകൊണ്ട് കിട്ടിയൊരു അറിവ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അവകാശമുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ ഡ്രോൺ കിട്ടി, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരു 10,000 രൂപയുടെ സാധനം തിരിച്ചിട്ടല്ലേ, എങ്കിലും നബീലും ഒക്കെ ഒരുപാട് സർബത്തൊക്കെ കുടിച്ച് എന്തൊക്കെയോ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത് ഞങ്ങളെ അവകാശമാണെന്നുള്ള നിലയിൽ തന്നെ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ പിന്നെ ഒരു 3-4 സർബത്തും അതും ഇതൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് അന്ന് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെ ഡ്രോണുകൾ
എവിടെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഫ്ലൈറ്റ് റെക്കോർഡ് ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങളെ എല്ലാ ഡീറ്റെയിൽസും, നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഫ്ലൈറ്റ് റെക്കോർഡിലുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഗവൺമെൻറ് ഫ്ലൈറ്റ് നമ്മുടെ ഡ്രോണിൻ്റെ നമ്പർ വെച്ചിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ പറയാൻ കാരണം ഒരു പക്ഷേ അതായിരിക്കാം. കാരണം നമ്മൾ എവിടെ ഫ്ലൈ ചെയ്താലും ഫ്ലൈറ്റ് റെക്കോർഡ് ചിലപ്പോൾ ഒരു പക്ഷേ അപ്ലോഡ് ആവുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഏത് സമയത്താണ്, എത്ര ബാറ്ററി, ഏതാണ്, പിന്നെ എത്ര ഹൈറ്റിൽ, എത്ര വിഡ്ത്തിൽ, എല്ലാ ഡീറ്റെയിൽസും നമ്മളെ ഡ്രോണിൽ റെക്കോർഡാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം സിമ്പിളാണ്. എവിടെയാണ് ഡ്രോൺ എന്ന് അറിയില്ലെങ്കിൽ നേരെ ഫ്ലൈറ്റ് റെക്കോർഡ് നോക്കുക, അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അങ്ങനെ നമുക്ക് നമ്മളെ ഫ്ലൈറ്റ് വീണ്ടെടുക്കാൻ പറ്റും. എൻ്റെ ഫ്ലൈറ്റ് കിട്ടിയപ്പോൾ അത് വളരെ ബാറ്ററി കഴിഞ്ഞ് ഇറങ്ങായതുകൊണ്ട് തന്നെ ആ സ്പിന്നിങ് ഒക്കെ വളരെ സ്പീഡ് കുറഞ്ഞുകൊണ്ടായിരിക്കാം ഒരു കേടുമില്ലാതാണ് എൻ്റെ മാവിക് എയർ തിരിച്ച് കിട്ടിയത്. പിറ്റേ ദിവസം തന്നെ ഞാൻ പാസ്കലേട്ടനെ വിളിച്ച് 2 ബാറ്ററിയൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ഫ്ലൈയിങ് തുടങ്ങി. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമാകും. അതായത് ഫ്ലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് ഡ്രോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഉപകാരമാകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണൊക്കെ എനാബിൾ ചെയ്തിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ പിന്നെ ഓൺ ചെയ്തിടുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. iShoot Photography.